ഹരിയേഴ്സ് വിജീഷാണ് നമ്മ ഫോറിങ്. അപ്പം ഇന്ന് ഒരു പുതിയ സൈറ്റും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് സ്ഥലം വരുന്നത് ചെമ്മാടിനടുത്ത് കൊടിഞ്ഞിയാണ് കേട്ടോ. നമ്മളെ ജലീലിക്കാൻ്റെ വീടാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സ്ക്രീഡിങ് ആണ് കേട്ടോ. പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് ഇതുപോലെ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. കൂടുതൽ ഈ സേഫിൻ്റെ വേസ്റ്റുകളൊക്കെ ശരിക്കും കളയേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ സന്തോഷേട്ടാ പ്ലാസ്റ്ററിങ്ങിലാണ് അല്ലേ? പ്ലാസ്റ്ററിങ്ങിലാണ്. അപ്പൊ സന്തോഷേട്ടാ നമ്മുടെ അടുത്ത് പല ക്ലയൻസും ഇങ്ങനെ ചോദിക്കലുണ്ട്, ഈ വലിയ ടൈലുകളൊക്കെ ചെയ്യണത് ഇതേപോലെ നിലം തേച്ച് സ്ക്രീഡ് ചെയ്തിട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്താ വെച്ചാല് എയർ ഉണ്ടാവില്ല. പിന്നെ നമ്മള് വലിയ ടൈലൊക്കെ വെക്കുകയാണെങ്കിൽ പച്ചയിൽ വെക്കുകയാണെങ്കിൽ അപ്പൊ നേരത്തെ ഗ്രൗട്ട് വെച്ച് വെക്കുകയാണെങ്കിൽ എയർ കൊടുങ്ങും. ഇത് എയറിന്റെ പ്രശ്നമേ ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ കറക്റ്റ് ഗമ്മില് സീറ്റിംഗ് ആയിട്ട് ഇരിക്കും. അതെ അതെ, സീറ്റിംഗ് ഗമ്മാകുമ്പോ സീറ്റിംഗ് ആയിരിക്കും. പിന്നെ എല്ലാം വീടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല, എയറും ഉണ്ടാവില്ല. അപ്പൊ ഇത് നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസം നമുക്ക് നനയ്ക്കേണ്ടതായിട്ട് വരും? നനയ്ക്കലൊരു 4 ദിവസം 5 ദിവസം നന്നായിട്ട് നനയ്ക്കണം. എന്നിട്ട് പിന്നെ ഡ്രൈ ചെയ്തതിന് ശേഷമാണ്, പിന്നെ നല്ല ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മള് ചെയ്യാം ബാക്കിയുള്ള വർക്കുകൾ. ഓക്കെ ഓക്കെ. അപ്പൊ സ്ക്രീഡിങ് കഴിഞ്ഞ് ഇതിന്റെ ക്യൂറിയും കഴിഞ്ഞതിന് ശേഷം ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ എയർ ഗ്യാപ്പ് എല്ലാ ഭാഗങ്ങളിലും മൊത്തത്തിൽ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അഡസീവില് ടൈല് ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ യാതൊരു വിധ കംപ്ലൈന്റ് ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ ഉദ്ദേശം ഇങ്ങനെ ചെയ്യുന്നതിന്റെ. താങ്ക് യു.